ഹായ് ഗൈസ്, നമ്മുടെ വീട്ടില് മാങ്ങ സീസൺ അല്ലേ ഇപ്പം. അപ്പം മാങ്ങയൊക്കെ ഒത്തിരി കാണുമായിരിക്കുമല്ലോ. അപ്പൊ ഞങ്ങളുടെ വീട്ടില് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. ഒരു ചെറിയൊരു മാങ്ങേനെ മസാല രീതിയിലൊന്ന് ചെയ്തെടുക്കും കേട്ടോ. അപ്പൊ പഴുത്ത മാങ്ങയാണ് കേട്ടോ ഇതിനായിട്ട് എടുക്കുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുള്ള എല്ലാവരും എനിക്കൊന്ന് കമന്റ് ചെയ്യണേ. ചിലവർക്കൊക്കെ അറിയായിരിക്കും. അങ്ങനെ മാങ്ങേന്റെ തൊലി കാര്യങ്ങളൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പഴുത്ത മാങ്ങയാണ്. കുറച്ച് അത്ര പഴുക്കാത്തതായാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. അങ്ങനെ മാങ്ങ ഇതേ രീതിയിലൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പൊടികൾ ഇട്ട് കൊടുക്കും കേട്ടോ. വേറെ ഒന്നുമല്ല, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ല രീതിക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി എടുക്കുവേ. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് അറിയാവുന്നവർക്ക് അറിയാം, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്കിത് ഒത്തിരി ഇഷ്ടമാണ്. നമ്മുടെ ഈ ചോറിന്റെ കൂടെയാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെയൊക്കെ കഴിക്കാറ്. ചോറിന്റെ കൂടെ കഴിക്കും. പിന്നെ പുട്ടിന്റെ കൂടെ ഇപ്പൊ എല്ലാരും മാങ്ങ കഴിക്കുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ ചോറിന്റെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പൊ അമ്മ പറയും നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ആദ്യമൊക്കെ. പിന്നീട് ഇതിന്റെ രുചി അറിഞ്ഞതിന് ശേഷം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ നല്ല ഒരിതാണ്. നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്കൊന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ വീട്ടിലും മാങ്ങ കിട്ടുമ്പോ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പഴുത്ത മാങ്ങ എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കുറച്ച് മുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതേപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി എടുത്തിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.